പണ്ട് കശ്യപ മഹർഷിക്ക് കദ്രു, വിനത എന്നീ 2 ഭാര്യമാരുണ്ടായിരുന്നു. ഇരുവരും സഹോദരിമാരായിരുന്നെങ്കിലും അവരുടെ സ്വഭാവത്തിലും ആഗ്രഹങ്ങളിലും വലിയ അന്തരമുണ്ടായിരുന്നു. കദ്രുവിന് 1000 ഉഗ്രസർപ്പങ്ങളായ പുത്രന്മാരെ വേണമെന്ന് ആഗ്രഹിച്ചു. വിനതയാകട്ടെ കദ്രുവിന്റെ മക്കളേക്കാൾ അതിശക്തരും പ്രശസ്തരുമായ 2 പുത്രന്മാരെയാണ് മോഹിച്ചത്. കാലം കടന്നുപോകുമ്പോൾ അവരുടെ ആഗ്രഹങ്ങൾ സഫലമായി. കദ്രു 1000 മുട്ടകളിട്ടു, വിനതയാകട്ടെ 2 വലിയ മുട്ടകളും. കദ്രുവിന്റെ മുട്ടകൾ അതിവേഗം വിരിഞ്ഞു. അവയിൽ നിന്ന് 1000 നാഗങ്ങൾ പിറന്നു. എന്നാൽ വിനതയ്ക്ക് കാത്തിരിക്കാൻ ക്ഷമയുണ്ടായിരുന്നില്ല. അവൾ തിടുക്കത്തിൽ ഒരു മുട്ട പൊട്ടിച്ചു നോക്കി. അതിൽ നിന്ന് പാതി മാത്രം രൂപം കൊണ്ട അരുണൻ എന്ന കുട്ടിയാണ് അവൾ കണ്ടത്. അമ്മയുടെ അക്ഷമയിൽ കോപിച്ച് അരുണൻ അവളെ ശപിച്ചു. അമ്മയുടെ അക്ഷമ കാരണം ഞാൻ അപൂർണനായി. അതിനാൽ അങ്ങ് 500 വർഷം അടിമയായി കഴിയേണ്ടി വരും. എന്നാൽ 2ാമത്തെ പുത്രൻ അമ്മയെ ഈ ദാസ്യവൃത്തിയിൽ നിന്ന് മോചിപ്പിക്കും. ഒരു നാൾ കദ്രുവും വിനതയും ചേർന്ന് പാൽക്കടൽ കടഞ്ഞപ്പോൾ ഉയർന്നുവന്ന അതിമനോഹരമായ വെള്ളക്കുതിരയായ ഉച്ചൈശ്രവസിനെ കണ്ടു. കുതിരയുടെ വാൽ കറുത്തതാണെന്ന് കദ്രു വാദിച്ചു, വിനത അത് വെള്ളയാണെന്ന്. അവർ തമ്മിൽ പന്തയം വെച്ചു. ആര് തെറ്റാണോ അവർ മറ്റേയാളുടെ ജീവിതകാലം മുഴുവൻ ദാസിയായിരിക്കും. കദ്രു തന്റെ നാഗപുത്രന്മാരോട് ഉച്ചൈശ്രവസിന്റെ വാലിൽ പറ്റിച്ചേർന്ന് അതിനെ കറുത്തതായി തോന്നിപ്പിക്കാൻ നിർദ്ദേശിച്ചു. പിറ്റേന്ന് രാവിലെ വിനത കുതിരയുടെ വാൽ കറുത്തതായി കണ്ടപ്പോൾ പന്തയത്തിൽ തോറ്റു. അങ്ങനെ അവൾ കദ്രുവിന്റെയും നാഗപുത്രന്മാരുടെയും ദാസിയായി മാറി. വിനതയുടെ 2ാമത്തെ മുട്ട ഒടുവിൽ വിരിഞ്ഞു. അതിൽ നിന്ന് മഹാനായ ഗരുഡൻ പിറന്നു. അമ്മ അടിമയായി കഴിയുന്നത് കണ്ടപ്പോൾ ഗരുഡന്റെ മനസ്സിൽ ദുഃഖവും രോഷവും നിറഞ്ഞു. തന്റെ അമ്മയുടെ ദുരവസ്ഥയ്ക്ക് കാരണം എന്താണെന്ന് അവൻ ചോദിച്ചു. വിനത സങ്കടത്തോടെ കദ്രു അവളെ ചതിച്ച കഥയും താൻ എങ്ങനെ അടിമയായെന്നും വിവരിച്ചു. അമ്മയെ ഈ ദാസ്യവൃത്തിയിൽ നിന്ന് മോചിപ്പിക്കാൻ ഗരുഡൻ ദൃഢനിശ്ചയം ചെയ്തു. അവൻ നാഗങ്ങളെ സമീപിച്ചു. അമ്മയെ മോചിപ്പിക്കാൻ താൻ എന്തു ചെയ്യണം എന്ന് ചോദിച്ചു. തന്ത്രശാലികളായ നാഗങ്ങൾ അവനോട് അമൃത് കൊണ്ടുവരാൻ ആവശ്യപ്പെട്ടു. അമൃത് സ്വർഗത്തിൽ ശക്തമായ കാവലിലായിരുന്നതിനാൽ അത് നേടാൻ ഗരുഡൻ ദേവന്മാരുമായി ഘോരയുദ്ധം നടത്തി. ഗരുഡന്റെ ശക്തിയും അമ്മയോടുള്ള ഭക്തിയും കാരണം അവൻ അജയനായിരുന്നു. അവന്റെ നിശ്ചയദാർഢ്യം കണ്ട ഇന്ദ്രൻ അമൃത് നാഗങ്ങൾക്ക് ലഭിക്കാതെ തിരികെ ലഭിക്കുമെന്ന വ്യവസ്ഥയിൽ അത് ഗരുഡൻ നൽകാൻ സമ്മതിച്ചു. ഗരുഡൻ അമൃതകലശവുമായി നാഗങ്ങളുടെ മുന്നിൽ വെച്ച് അമ്മയെ മോചിപ്പിച്ചു. നാഗങ്ങൾ കുളിച്ച് ശുദ്ധിയാകാൻ പോയ തക്കം നോക്കി ഇന്ദ്രൻ അമൃത് തിരികെ കൊണ്ടുപോയി. നാഗങ്ങൾ തിരികെ എത്തിയപ്പോൾ ദർഭപുല്ലിൽ ഏതാനും തുള്ളി അമൃതം മാത്രമേ അവശേഷിച്ചിരുന്നുള്ളൂ. അവരത് നക്കിയപ്പോൾ നാവുകൾ പിളർന്നു. ഇന്നും പാമ്പുകളുടെ നാവിന് ഈ പ്രത്യേകതയുണ്ട്. ഇങ്ങനെ വിനതയ്ക്ക് അടിമത്തത്തിൽ നിന്ന് മോചനം ലഭിച്ചു. ഗരുഡൻ നാഗങ്ങളുടെ നിത്യശത്രുവും പിന്നീട് മഹാവിഷ്ണുവിന്റെ വാഹനവുമായി മാറി. അവന്റെ ധീരതയും അമ്മയോടുള്ള ഭക്തിയും ഹിന്ദു പുരാണങ്ങളിൽ എന്നും പ്രകീർത്തിക്കപ്പെടും.